പ്രേമലേട്ടാ, എയർ ഇന്ത്യ വിമാന അപകടവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനാവശ്യമായ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അതായത് പൈലറ്റാണ് ഇതിന്റെ ഒക്കെ കാരണക്കാരൻ, പൈലറ്റിന്റെ അമ്മ മരിച്ചതിന്റെ ദുഃഖമാണ് പൈലറ്റ് ഈ കൂട്ടക്കൊലപാതകം ചെയ്തതിന് പിന്നിൽ എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പൈലറ്റിന്റെ തലയിൽ കെട്ടിവെക്കാനാണ് പലരും ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. അതായത് ഈ വിമാന കമ്പനിയാണ് ഇതിന്റെ ഒക്കെ പിന്നിൽ എന്നുള്ളതിന്റെ ചില സൂചനകളുമായാണ് ചില വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്താണത്? അതായത് ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വന്നിരുന്നല്ലോ. അപ്പോൾ അതിൽ ഈ പൈലറ്റ് അവർ കോക്പിറ്റിൽ നടത്തിയ സംഭാഷണത്തിൽ ഊന്നിയാണ് ഇതുവരെയുള്ള വാർത്തകളൊക്കെ പ്രചരിച്ചത്. പക്ഷേ ആ 15 പേജുള്ള റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു സംഗതി അത് അധികം ആരും ശ്രദ്ധിച്ചില്ല. പക്ഷേ അത് ഈ അപകടത്തിൻ്റെ കാരണമായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇനി പരിശോധിക്കപ്പെടേണ്ടതിരിക്കും. കാരണം ഈ വിമാനം അപകടപ്പെടുന്നത് കഴിഞ്ഞ 12-ാം തീയതി ഏകദേശം ഉച്ചയ്ക്ക് ഒരു 1:37 ശേഷമാണ്. അതായത് ലണ്ടനിലേക്കുള്ള യാത്രയ്ക്ക് പുറപ്പെടുന്ന വിമാനം. അപ്പോൾ ഈ 1:37 മുമ്പ് കൃത്യം പറഞ്ഞാൽ അന്ന് ഉച്ചയ്ക്ക് 12:15 ഈ വിമാനത്തിനൊരു അറ്റകുറ്റപ്പണി നടന്നിരുന്നു. അതായത് ഇതിൻ്റെ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക്കൽ സംവിധാനമാണ്. അതിൽ എന്തോ തകരാറുണ്ടായിട്ട് അതിന്റെ അറ്റകുറ്റപ്പണിയാണ് നടന്നത്. അതായത് ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് വന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്ത്. അതെ, അതായത് ഒരു അറ്റകുറ്റപ്പണിക്ക് ശേഷമാണ് ഇത് യാത്രയ്ക്ക് പുറപ്പെട്ടത്. അപ്പോൾ ഈ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്ന സംഗതി ഒരു ഇലക്ട്രിക്കൽ എക്യുപ്മെൻ്റ് ആണ്. അത് ഉപയോഗിക്കുന്നത് വിമാനത്തിൻ്റെ വേഗത, പ്രകമ്പനം ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സർക്യൂട്ടുകൾ ക്രമീകരിക്കുന്നതാണ് ഈ ട്രാൻസ്ഡ്യൂസർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനൊരു തകരാറുണ്ടായിരുന്നു. അത് പരിഹരിച്ചതിന് ശേഷമാണ് ഈ വിമാനം യാത്ര പുറപ്പെട്ടത്. അത് പരിഹരിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ തകരാറ്? അതായത് ഈ വിമാനത്തിന് ഗുരുതരമായ ഇലക്ട്രിക്കൽ തകരാർ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന് ഏകദേശം സ്ഥിരീകരണം വന്നു. കാരണം ഈ ട്രാൻസ്ഡ്യൂസറിൻ്റെ അറ്റകുറ്റപ്പണി നടന്നു എന്നുള്ളത് സംഗതി ഇപ്പോൾ തെളിവ് സഹിതം പുറത്തു വന്നു. പിന്നെ മറ്റൊരു സംഗതി കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ വിമാനം കത്തി അമർന്നെങ്കിലും അതിൻ്റെ വാലുഭാഗം കത്താതെ അവശേഷിച്ചിരുന്നല്ലോ. ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഇലക്ട്രിക്കൽ സംവിധാനങ്ങളൊക്കെ കത്തിയതായിട്ട് മനസ്സിലായി. ആ വിമാനത്തിൻ്റെ ഭാഗം തീപിടിച്ച് കത്തിയില്ലെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രിക്കൽ സംവിധാനങ്ങൾ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം ഈ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്ന സംഗതിയുടെ തകരാർ മൂലമാണ് എന്നുള്ളതാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. അതുമാത്രമല്ല, ഈ 2 ബ്ലാക്ക് ബോക്സുകളുണ്ട് വിമാനത്തിന്. ഒന്ന് ഒരു വോയിസ് ഡാറ്റ റെക്കോർഡറും ഒന്ന് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും. ഈ വോയിസ് ഡാറ്റ റെക്കോർഡർ വിമാനത്തിൻ്റെ കോക്പിറ്റിൻ്റെ ആ ഭാഗത്തും ഈ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ പിൻഭാഗത്തുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിനടക്കം കേടുപാട് വരാൻ കാരണം ഈ ഇലക്ട്രിക്കൽ തകരാറാകാം എന്നുള്ളതാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. അപ്പോൾ ഈ വിമാനത്തിൻ്റെ പൈലറ്റ് ഈ ഇന്ധന സ്വിച്ച് ഓഫ് ചെയ്തെന്നാണല്ലോ പറയുന്നത്. അത് 2 എഞ്ചിനുകളുടെയും സ്വിച്ച് സെക്കൻഡുകളുടെ ഒരു സെക്കൻഡിൻ്റെ വ്യത്യാസത്തിലാണ് 2 സ്വിച്ചും ഓഫായത്. ഈ സ്വിച്ച് സാധാരണഗതിയിൽ ഒരു മനുഷ്യന് മാത്രമേ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ മുമ്പ് ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇത് ചിലപ്പോൾ മനുഷ്യൻ്റെ നിർദ്ദേശമില്ലാതെ തന്നെ സ്വന്തമായി ഈ സ്വിച്ചുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ഇലക്ട്രിക്കൽ സെൻസറുകൾക്ക് തകരാർ സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ വിമാനത്തിന് അസ്വാഭാവികമായ വൈബ്രേഷൻ ഉണ്ടായാൽ ഈ ലോക്കിംഗ് സംവിധാനമില്ലാത്ത ഫ്യൂവൽ സ്വിച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് റണ്ണിൽ നിന്ന് കട്ട് ഓഫിലോട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചനകളൊക്കെ നേരത്തെ വന്നിരുന്നു. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ തകരാറും അത് ഈ സെൻസറുകൾക്ക് തകരാറിലേക്ക് നയിച്ചിട്ടുണ്ട്. കാരണം ഈ വിമാനം തകരുന്നതിന് മുൻപ് ഈ പൈലറ്റ് ഈ ഫ്യുവല് റൺ പൊസിഷനിലേക്ക് മാറ്റാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ മാറ്റിയ ഉടനെ അടുത്ത സെക്കൻഡിൽ ഈ വിമാനത്തിൻ്റെ എൻജിൻ രണ്ടാമത് പ്രവർത്തനം ആരംഭിക്കാനുള്ള നിർദ്ദേശം അതിൻ്റെ സെൻസറുകൾ കൊടുക്കണം. ഈ ഇന്ധനം എത്തിക്കഴിഞ്ഞാൽ ആ സെൻസർ അത് സെൻസ് ചെയ്ത് വിമാനത്തിൻ്റെ എൻജിൻ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു വർക്കിംഗ് കണ്ടീഷൻ, അങ്ങനെയാണ്. അപ്പോൾ ഈ സെൻസറുകൾക്ക് എന്തെങ്കിലും തകരാർ സംഭവിച്ചു, അതായത് ഇന്ധനം കിട്ടിയിട്ടും ഈ വിമാനം അത് റീസ്റ്റാർട്ട് ആയിട്ടില്ല എന്നുള്ളതാണ് ഈ അപകടത്തിൻ്റെ കാരണം. അതിൻ്റെതായ പര്യാപ്തമായ സമയമില്ല എന്നുള്ളതും വസ്തുത തന്നെയാണ്. കാര്യം ഏറ്റവും കുറഞ്ഞ ഒരു 2 മിനിറ്റെങ്കിലും സമയം വേണം എന്നുള്ളതാണ്. പക്ഷേ അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങണമല്ലോ. എൻജിൻ രണ്ടാമത് പ്രവർത്തന സജ്ജമാകാൻ എൻജിനൊന്ന് സജ്ജമായി വരണമല്ലോ. അതുപോലും ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നാണ് ഈ അപകടത്തിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് വിമാനം റീസ്റ്റാർട്ട് ചെയ്യാൻ പര്യാപ്തമായ ആ സെൻസറുകൾ അത് പ്രവർത്തിച്ചിട്ടുണ്ടാകില്ല എന്നുള്ള സൂചനകൾ വരുന്നു. അതേപോലെ തന്നെ ഈ ഇലക്ട്രിക്കൽ തകരാറെന്ന് നേരത്തെ ഒരു സൂചന വന്നല്ലോ, അത് സ്ഥിരീകരിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ റാം എയർ ടർബൈൻ്റെ പ്രവർത്തനം. കാരണം വിമാനത്തിൻ്റെ ഇലക്ട്രിക്കൽ സർക്യൂട്ടുകൾ നിലച്ചാൽ സ്വാഭാവികമായി ഈ റാറ്റ് എന്ന് പറയുന്ന സാധനം
സ്വയമേ അത് പ്രവർത്തനം തുടങ്ങും എന്നുള്ളതാണ്. മറ്റൊരു കാരണം കൂടിയുണ്ട്, ഈ വിമാനത്തിൻ്റെ എൻജിൻ പ്രവർത്തനം നിലച്ചാലും ഈ റാറ്റ് അത് പ്രവർത്തനക്ഷമമാകും. അപ്പോൾ ഏത് കാരണത്താലാണ് ഈ റാറ്റ് അതായത് വിമാനത്തിൻ്റെ താഴത്തേക്ക് വരുന്ന ആ പമ്പരം പുറത്തേക്ക് വന്നത് എന്നുള്ളത് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇനി മറ്റൊരു സംഗതി കൂടിയുണ്ട്, അതായത് ദ എയർലൈൻ പൈലറ്റ്സ് അസോസിയേഷൻ, അതായത് നമ്മുടെ വിമാന പൈലറ്റുമാരുടെ സംഘടനയാണ്. അവർ ഈ അന്വേഷണ റിപ്പോർട്ടിൽ അവർ സംശയം പ്രകടിപ്പിച്ചിരുന്നു. അവർ ഈ റിപ്പോർട്ട് തള്ളിക്കളയുകയാണ് ചെയ്തത്. കാര്യം ഈ പൈലറ്റിൻ്റെ ഉത്തരവാദിയാക്കിയാണ് ഈ റിപ്പോർട്ട് വ്യാഖ്യാനിക്കപ്പെട്ടത്. അപ്പോൾ അവർ ഉന്നയിച്ച ആക്ഷേപവും പ്രസക്തമാണ്. കാരണം ഈ അന്വേഷണ സംഘത്തിൽ വിദഗ്ധരില്ല എന്നാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. അതായത് ഒരു അനുഭവ സമ്പന്നനായ ഒരു പൈലറ്റിനെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു നിരീക്ഷകനെയോ ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തണമെന്ന് അവരുടെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യം ഇപ്പോൾ പരിഗണിക്കപ്പെട്ടു. എയർ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അവരുടെ അന്വേഷണ സംഘം വിപുലപ്പെടുത്തുകയാണ്. അതിൽ ഒരു മുൻ പൈലറ്റ്, അതായത് RS സന്ധു എന്നാണ് അയാളുടെ പേര്. ഇയാൾ എയർ ഇന്ത്യയിൽ ഒരു മുൻ ക്യാപ്റ്റനാണ്. അതായത് ഇയാളൊരു കൺസൾട്ടൻ്റാണ്. ഇപ്പോൾ അടിസ്ഥാനപരമായി ഇയാൾ ജോലിയിൽ നിന്നൊക്കെ ഏതാണ്ട് 39 വർഷത്തെ സർവീസൊക്കെ കഴിഞ്ഞ് ഏവിയോസിയോൺ എന്ന് പറയുന്ന ഒരു കൺസൾട്ടൻസി നടത്തുകയാണ് ഇയാൾ. അപ്പോൾ ഇയാൾ ഇപ്പം തകർന്ന വിമാനം ഉണ്ടല്ലോ, ഈ തകർന്ന വിമാനം 2013 എയർ ഇന്ത്യ വാങ്ങുന്നത് ബോയിങ്ങിൽ നിന്ന്. ആ സമയത്ത് ഈ വിമാനം ഇൻസ്പെക്ട് ചെയ്ത ഇൻസ്പെക്ടറാണ് ഇയാൾ പരിശോധന നടത്തി എല്ലാം ഓക്കെ ആണെന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിമാനം ബോയിങ്ങിൽ നിന്ന് ഈ എയർ ഇന്ത്യ വാങ്ങുന്നത്. അപ്പം ഇയാളെ തന്നെ ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അയാളും ഇപ്പോൾ ഈ പറയുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ട് അയാളുടെ നിർദ്ദേശങ്ങളൊക്കെ തരും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞത് വീണ്ടും പറയുകയാണ്, അതിൻ്റെ പൈലറ്റ്, അതായത് സുമിത് സബർവാൾ 56 വയസ്സുള്ള ഇയാളെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് വാർത്തകൾ വരുന്നത്. പക്ഷേ ആ വാർത്തകളിൽ കുറച്ചൊക്കെ അടിസ്ഥാനരഹിതമാണെന്ന് തന്നെയാണ് ഞാൻ ഈ ഘട്ടത്തിലും വിശ്വസിക്കുന്നത്. കാരണം ഒരു പൈലറ്റ് ബോധപൂർവം ഈ ഫ്യൂൽ ഇൻഡിക്കേറ്റർ സ്വിച്ച് അത് കട്ട് ഓഫ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. കാരണം ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് ഏതാണ്ട് പരമാവധി വേഗതയായ 180 നോട്ട്സ് വരെ എത്തിയ വിമാനമാണ്. അപ്പോൾ അതുവരെ കുഴപ്പമില്ലാതിരുന്നൊരു വിമാനം ആ ടേക്ക് ഓഫിൻ്റെ ഘട്ടത്തിൽ ഒരു ക്യാപ്റ്റനും ബോധപൂർവം അത് ചെയ്യില്ല. ഇനി അബദ്ധവശാൽ അതങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അയാൾ ബോധപൂർവം ചെയ്ത അയാൾ കരുതിക്കൂട്ടി ചെയ്തതാണെന്നുള്ളതും നമുക്ക് ആക്ഷേപിക്കാനൊക്കെ ഇല്ല. കാര്യം അബദ്ധവശാൽ അത് അയാളുടെ ചില ഓർമ്മ പിശക് കൊണ്ടൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷേ നിലവിലെ സ്ഥിതിയിൽ ആ പൈലറ്റിനെ മാത്രം പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രചാരവേലകൾ അത് നിരർത്ഥകമാണ്. കാരണം ഇനിയും അന്വേഷണത്തിൽ ഇപ്പോൾ പുതിയ വസ്തുതകളൊക്കെ പുറത്തു വരികയാണ്. അപ്പോൾ ഇത്തരം ഇലക്ട്രിക്കൽ തകരാറായിരിക്കാം ഒരുപക്ഷെ ആ അപകടത്തിലേക്ക് നയിച്ചത്. അത് സംബന്ധിച്ചൊരു നിഗമനത്തിലേക്ക് എത്താൻ നമ്മൾ ഇനിയും സമയം കാത്തിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്.